പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നാം ചിന്തിച്ചു. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം ഇതാണ്: അവനെ യേശു എന്ന് പേര് വിളിക്കണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവന തികച്ചും വിശ്വാസയോഗ്യമാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന, ലോകപാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് സ്നാപകയോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തിയത്. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ എഴുതി. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്നും പൗലോസ്ലീഹ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളെല്ലാം ഒരുപാട് തവണ ആവർത്തിച്ചും പറഞ്ഞും കേട്ടും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഈശോ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്, പാപങ്ങൾ ചുമക്കാനാണ്. ഈ സത്യം നമുക്ക് വ്യക്തമായും അറിയാം. എന്നാൽ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ് എന്ന ഈ ആശയത്തെ എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും? വ്യക്തമായി മനസ്സിലാക്കാത്ത ഒരാശയത്തിനും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഒരറിവിന് വേണ്ടി, ഒരാശയത്തിന് വേണ്ടി നാം നമ്മുടെ തലയിൽ സ്വീകരിച്ച ഒരു കാര്യത്തിനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് എടുപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ആശയത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ ഒരു വ്യക്തി തയ്യാറാവണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അത് ബോധ്യമാവണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്, ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്, ഈശോ എന്തിന് പാപികൾക്ക് വേണ്ടി മരിച്ചു, എന്തുകൊണ്ടാണ് പാപത്തിൻ്റെ ശിക്ഷ ഈശോ ചുമക്കേണ്ടി വന്നത്, ഈ കാര്യത്തിന് ഒരു വ്യക്തത വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത് പാപങ്ങൾ ഏറ്റെടുക്കാനാണ് എന്നതാണ് ഈ ചിന്തയുടെ ആധാരവചനം. ഈശോ ലോകത്തിലേക്ക് വന്നത് പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. അല്ലെങ്കിൽ മത്തായി 1:21 പറയുന്നത് പോലെ ഈശോ ലോകത്തിലേക്ക് വന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പാപങ്ങൾ ഏറ്റെടുക്കാനാണ് എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം, നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ ആ പാപങ്ങൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഈശോ പാപം ക്ഷമിച്ച് നമ്മെ നീതീകരിക്കും. അതതിൻ്റെ ഒന്നാമത്തെ വശം. രണ്ടാമത്തേത്, നമ്മൾ അധികവും ഈ രണ്ടാമത്തെ മേഖല ശ്രദ്ധിക്കാറില്ല. രണ്ടാമത്തെ മേഖല ഇതാണ്: പാപം ഈശോ പരിഹരിച്ച് ക്ഷമിച്ച് നമ്മെ കഴുകി വിശുദ്ധീകരിക്കുക മാത്രമല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി ഈശോ തരും. ആ ശക്തിക്ക് പുതിയ നിയമം ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ. അതാണ് എഫേസ്യോസ് 2:10 പറയുന്നത്: നിങ്ങൾ
രക്ഷിക്കപ്പെട്ടത് നിങ്ങളുടെ പ്രവർത്തികളുടെ ഫലമല്ല, വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കൃപ, ഗ്രേസ്. ഇത് പാപം ചെയ്യാതിരിക്കാനുള്ള, ദൈവസ്നേഹത്തിൽ വളരാനുള്ള, ദൈവത്തോട് ബന്ധപ്പെടാനുള്ള, ദൈവത്തെ സ്നേഹിക്കാനുള്ള മനുഷ്യന് സ്വാഭാവികമായി ഇല്ലാത്ത ദൈവം തരുന്ന ആ സിദ്ധിയുടെ, ആ കഴിവിൻ്റെ പേരാണ് കൃപ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഈ മത്തായി 1:21 മനസ്സിലാക്കണം. ഒന്നാമത്തേത്, ഏത് കൊടിയ പാപത്തിലും കഴിയുന്ന വ്യക്തിയെ ഈശോ പാപത്തിൽ നിന്ന്, ആ പാപശിക്ഷയിൽ നിന്ന്, ആ പാപത്തിൻ്റെ പ്രത്യാഘാതത്തിൽ നിന്ന്, ആ പാപം വരുത്തിയ വിനകളിൽ നിന്ന് വിടുവിക്കും. പാപം ഈശോ കഴുകി വിശുദ്ധീകരിക്കും. ലോകത്ത് എത്രയോ മനുഷ്യർ ഒരിക്കലും മോചനമില്ല എന്ന് ചിന്തിച്ച എത്ര കോടി മനുഷ്യർ കഴിഞ്ഞ 2000 വർഷത്തെ തിരുസഭയുടെ ചരിത്രത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ തങ്ങളുടെ ജീവിതത്തെയും ശരീരത്തെയും കുടുംബങ്ങളെയും കഴുകി വിശുദ്ധീകരിച്ചവരാണ്. ലോകചരിത്രത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ച എത്രയോ പേർ, നിരീശ്വരവാദികളായിരുന്ന ആളുകൾ, ഒരിക്കലും ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തികൾ, വലിയ പാപങ്ങളിൽ, വലിയ കൊലപാതകങ്ങളും അതുപോലെയുള്ള പാപങ്ങളും ചെയ്ത് ജീവിച്ചിരുന്ന വ്യക്തികൾ, എത്രയോ പേരെ കൊന്നൊടുക്കിയവർ, മരണകരമായ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചിഴച്ചവർ, വലിയ നരാധമന്മാരായി ചരിത്രത്തിൽ അറിയപ്പെട്ടവർ, എത്രയോ പേർ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിൻ്റെ ശക്തിയിലൂടെ തിരിച്ച് മാനസാന്തരത്തിലേക്ക് വന്നു. അത് ഒരു വശം യേശുക്രിസ്തു തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. രണ്ടാമത്തേത്, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി യേശു നമുക്ക് തരും. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒന്നാമത്തെ സാഹചര്യത്തെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും, എന്തുകൊണ്ട് യേശു എൻ്റെ പാപത്തെ യേശുവിനെ എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. പല ആളുകളും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് പാപം ചെയ്ത മനുഷ്യൻ്റെ പാപം പെട്ടെന്ന് ക്ഷമിച്ചൂടെ? ദൈവം എന്തുകൊണ്ട്, ദൈവം സർവശക്തനാണ്, ദൈവം സ്നേഹമാണ് എന്ന് പറയുന്ന ആ ദൈവത്തിന് എന്തുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന, ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പാപം ദൈവത്തിന് അങ്ങ് ക്ഷമിച്ചൂടെ? പ്രിയപ്പെട്ടവർ, ഈ ചോദ്യം സത്യമാണ്. സ്നേഹം തന്നെയായ ദൈവത്തിന് ഈ പാപം ക്ഷമിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാൽ ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവം നമ്മൾ കാണാതെ പോകരുത്. ദൈവം നീതിമാനാണ്. ദൈവം കരുണാമയനാണ് എന്നത് സത്യം. അതുപോലെ ഈക്വലി ട്രൂ ആയ സ്റ്റേറ്റ്മെൻ്റാണ് ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം നീതിമാൻ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ മറ്റൊരാൾക്കെതിരെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചു, മറ്റൊരാൾക്ക് അർഹമായിരുന്ന ഒരാളുടെ 10 ലക്ഷം രൂപ ഞാൻ കവർന്നെടുത്തു. അങ്ങനെ മോഷ്ടിച്ചെടുത്ത ഞാൻ ആ വ്യക്തിക്ക് ന്യായമായി എന്തോ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാനുണ്ടായിരുന്ന ഒരു തുക അങ്ങനെ മോഷ്ടിച്ചെടുത്ത ഞാൻ പറയുകയാണ്, ദൈവത്തിന് അത് ക്ഷമിച്ചൂടെ? ദൈവത്തിന് അത് ക്ഷമിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ വ്യക്തിയുടെ 10 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തതിലൂടെ ആ വ്യക്തിയോട് ഞാനൊരു അനീതി ചെയ്ത്, ആ വ്യക്തി ഒരു അനീതിക്കിരയായിരിക്കുകയാണ്. നീതിമാനായ ദൈവത്തിന് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഈ അനീതി പരിഹരിക്കപ്പെടാതെ, അല്ലെങ്കിൽ അവൻ സഹിച്ച വേദന പരിഹരിക്കപ്പെടാതെ ആ പാപം ക്ഷമിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി മറ്റൊരാളെ, ഒരു ഭിക്ഷക്കാരനെ ഒരാൾ ഒരു കയറ് കെട്ടി അടിക്കുന്നത് ഒരിക്കൽ ഞാൻ കണ്ടു. ഒരു കയറ് കയ്യിൽ കിട്ടിയ ഒരു പിടി പ്ലാസ്റ്റിക് കയറ് കൊണ്ട് മറ്റൊരാളെ അടിക്കുകയാണ്. അപ്പോൾ ഈ അടിച്ച വ്യക്തി ഒരു വശത്ത്, അടി കൊണ്ട വ്യക്തി മറ്റൊരു വശത്ത്. ഈ അടി കൊണ്ടവന് നല്ല മരണത്തോട് തുലനം ചെയ്യാവുന്ന വേദനയുണ്ട്, അത്ര അസഹനീയമായ വേദനയുണ്ട്. അടി കൊണ്ട വ്യക്തി പോയി അടിച്ച വ്യക്തി കർത്താവിനോട് പറയുകയാണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നീതിയുടെ ഒരു വിഷയമുണ്ട്. ഈ അടി കൊണ്ടവൻ്റെ കണ്ണീരിന് ദൈവസന്നിധിയിൽ ഒരു വിലയില്ലേ? അപ്പോൾ ദൈവം
സ്നേഹമാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ പാപത്തെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മറ്റൊരു വിധത്തിൽ ഇതിനെ പറയാൻ ശ്രമിക്കുകയാണ്. അതായത്, ദൈവം കരുണാമയനാണ്, ദൈവത്തിന് പാപം ക്ഷമിക്കാൻ പറ്റും, ദൈവം കാരുണ്യവാനായ ദൈവം പാപം ക്ഷമിച്ചൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുകയാണ് ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിന് ക്ഷമിക്കാൻ സാധിക്കാതെ വരുന്നത് ഏത് പാപത്തിലും ഒരു അനീതിയുടെ വിഷയം ഉണ്ട്. പാപത്തിൽ ഒരു അനീതിയുടെ പ്രശ്നം കിടക്കുന്നത് കൊണ്ട് പാപത്തിൻ്റെ പരിഹാരം ആരെങ്കിലും ചെയ്തേ പറ്റൂ. ഇത് ഗ്രഹിക്കാൻ നിങ്ങളോട് ഞാനൊരു ഉദാഹരണം പറയാം. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ മനസ്സുമടുത്ത ഒരു കൂട്ടം ആളുകൾ കലാപകാരികളായി മാറി. വിപ്ലവകാരികളായി മാറിയ ഈ ഒരു കൂട്ടം ആളുകൾ, തീവ്രവാദികൾ, രഹസ്യമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് കാട്ടിലൂടെ പാതിരാത്രികളിൽ സഞ്ചരിക്കുകയാണ്. റഷ്യയുടെ ഭരണസിരാ കേന്ദ്രം ആ സ്ഥലത്തെത്തി സാർ ചക്രവർത്തിമാരെ വധിച്ച് ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ നിഗൂഢമായി യാത്ര ചെയ്യുന്ന ഈ സംഘം, അവരങ്ങനെ യാത്ര പോകുന്ന ആ സംഘത്തിൽ, ആ സംഘത്തിലുള്ള ആളുകൾക്ക് ഓരോ ദിവസവും ആവശ്യത്തിന് മാത്രം കഴിക്കാവുന്ന ഭക്ഷണം അത് റേഷനായിട്ടാണ് നൽകുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഇത്ര എമൗണ്ട് ഭക്ഷണമേ കൊടുക്കൂ, കാരണം അത്രേ കൊടുക്കാൻ പറ്റൂ. ഇവർ ഒളിച്ച് യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് പരസ്യമായി ഭക്ഷണം വാങ്ങാനൊന്നും പോകാൻ പറ്റില്ല. ഇവരുടെ കയ്യിൽ പണമില്ല. രാത്രിയിൽ ഒളിച്ച് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് 15 ദിവസം കൊണ്ടാണ് ഈ യാത്ര അവസാനിക്കുന്നതെങ്കിൽ 15 ദിവസത്തേക്ക് വേണ്ട ഭക്ഷണം പാക്കറ്റുകളാക്കി ഇവർ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഓരോ ദിവസവും ഇത്ര അളവ് ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ ഈ സംഘത്തിൻ്റെ തലവൻ ഇപ്രകാരം ഒരു നിബന്ധന വെച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഈ നിയമം തെറ്റിച്ച് ഭക്ഷണം മോഷ്ടിച്ചെടുത്താൽ തങ്ങൾക്ക് അതാത് ദിവസം കിട്ടുന്ന വളരെ ലിമിറ്റഡായ എമൗണ്ട് ഭക്ഷണമല്ലാതെ കൂടുതൽ ഭക്ഷണം മോഷ്ടിച്ചെടുത്താൽ അടുത്ത ദിവസം ആർക്കെങ്കിലും ഭക്ഷണം ഇല്ലാതാവും. അതവരുടെ യാത്രയെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ സംഘത്തലവൻ ഒരു നിയമം വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം മോഷ്ടിച്ചെടുത്ത് ഭക്ഷണം ആർക്കെങ്കിലും കിട്ടാതെ പോകുന്നതിൻ്റെ ശിക്ഷയായി ആരാണോ ആഹാരം മോഷ്ടിച്ചെടുക്കുന്നത് ആ വ്യക്തിയെ ഒരു മരത്തിൽ കെട്ടിയിട്ട് 25 തവണ ചാട്ടവാറ് കൊണ്ടടിക്കും. അപ്പോൾ അത് പേടിച്ച് ആരും ഭക്ഷണം മോഷ്ടിക്കരുത്. അങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ സംഘത്തിൻ്റെ ഭക്ഷണശേഖരത്തിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കപ്പെട്ടതായി അവർ മനസ്സിലാക്കി. അപ്പം അന്വേഷിച്ച് കഴിയുമ്പോൾ ആരാണ് ഈ ആഹാരം മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ കൊള്ള സംഘത്തിൻ്റെ തീവ്രവാദ ഗ്രൂപ്പിലെ ആ സംഘത്തലവൻ്റെ അമ്മയാണ് ഭക്ഷണം മോഷ്ടിച്ചതെന്ന് അവർ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ പെട്ടെന്ന് ഒരു ചോദ്യമായിരുന്നു, പെറ്റതള്ള ഭക്ഷണം മോഷ്ടിച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശിക്ഷ അമ്മയ്ക്ക് കൊടുക്കുമോ? ഏകമകൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന അമ്മയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ കൊടുക്കുമോ? അവർക്കിതറിയണം. ആരും ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാവരുടെ ഉള്ളിൽ ഈ ചോദ്യമുണ്ട്. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പ് ഒരുമിച്ച് കൂടുന്നു. ഭക്ഷണം മോഷ്ടിച്ചെടുത്ത ആളെ കൊണ്ടുവരാൻ ഉത്തരവിടുന്നു. പേടിച്ചരണ്ട് നിൽക്കുന്ന ഈ അമ്മയെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നു. മകൻ അമ്മയാണെന്ന് കണ്ട് നടുങ്ങി നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൗതുകത്തോടെ നോക്കുകയാണ്. എന്ത് ശിക്ഷയാണ് അമ്മയ്ക്ക് മകൻ വിധിക്കാൻ പോകുന്നത്? ഒരു സങ്കോചവും മടിയുമില്ലാതെ മകൻ ഇപ്രകാരം ഒരു ശിക്ഷ വിധിക്കുകയാണ്. അതായത് ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് ശിക്ഷയ്ക്ക് മാറ്റമില്ല. 25 തവണ ഈ സ്ത്രീയെ ചാട്ടവാറടിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യതയുള്ള വ്യക്തികൾ, ഇവൻ്റെ അനുയായികൾ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ സംഘത്തലവൻ പറയുകയാണ്, പെട്ടെന്ന് അമ്മയെ പിടിച്ച് കെട്ടി ഞാൻ ഉത്തരവിട്ടതുപോലെ 25 തവണ ചാട്ടവാറ് കൊണ്ടടിക്കുക. നിയമം എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ ബാധകമാണ്. ഇന്ന് അമ്മയ്ക്ക് ഞാനൊരു എക്സ്ക്യൂസ് കൊടുത്താൽ, അമ്മയോട് ഞാൻ ക്ഷമിച്ചാൽ, നാളെ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ജീവൻ കളഞ്ഞ് യാത്ര ചെയ്യുന്നു ആ ലക്ഷ്യം പാഴായിപ്പോവും. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന അമ്മയെ അനുയായികൾ പിടിച്ച് മരത്തോട് ചേർത്ത് കെട്ടി
25 തവണ ചാട്ടവാറടിക്കാൻ അയാൾ ഉത്തരവിട്ടു. ആദ്യത്തെ പ്രാവശ്യം അയാൾ 1 എന്ന് വിളിച്ച് പറയുമ്പോൾ ചാട്ടവാർ ഉയർത്തി അനുയായി ആഞ്ഞടിക്കണം. പക്ഷേ ഈ ചാട്ട കൊണ്ട് അടിക്കേണ്ടവൻ പേടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ വലിയ ദേഷ്യത്തോടെ പറഞ്ഞു, നിന്നോട് ഞാൻ അടിക്കാനല്ലേ പറഞ്ഞത്. അനുയായി ചാട്ടവാർ ഉയർത്തി കെട്ടപ്പെട്ട് നിൽക്കുന്ന അമ്മയുടെ ശരീരത്തിലേക്ക് ആദ്യത്തെ ചാട്ട വീശി ആദ്യത്തെ അടിയടിക്കുന്ന സമയത്ത് മകനാണിത്, അമ്മയ്ക്കാണ് അടികൊള്ളുന്നത്. മകനത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവൻ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ചു. ആദ്യത്തെ അടി മകൻ്റെ മേൽ വീണു. അവൻ 2 എന്ന് വിളിച്ച് പറഞ്ഞു. രണ്ടാമത്തെ അടി അമ്മയിലേക്ക് വീഴുമ്പോൾ രണ്ടാമത് മകൻ അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ചു. രണ്ടാമത്തെ അടിയും മകൻ്റെ മുതുകിൽ വീണു. അങ്ങനെ 3, 4, 25 അടികളും അമ്മയ്ക്ക് ശിക്ഷ വിധിച്ചു. ശിക്ഷ നടപ്പാക്കി. പക്ഷേ അമ്മ ശിക്ഷ ഏറ്റുവാങ്ങുന്നില്ല. അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മകൻ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു എങ്ങനെയാണ് പാപത്തിന് പരിഹാരമായത് എന്ന ചോദ്യത്തിന് മറുപടി തരാൻ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണിത്. യേശുക്രിസ്തു എങ്ങനെയാണ് ലോകത്തിൻ്റെ രക്ഷകനായി മാറുന്നത് എന്നത്. പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന് ശിക്ഷയുള്ളതിൻ്റെ കാരണം പാപം, ഏത് പാപവും ഒരനീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു വൈദികൻ പങ്കുവച്ച അനുഭവം ഞാൻ ഓർക്കുകയാണ്. 2 സുഹൃത്തുക്കൾ, ആത്മബന്ധം, അവർ തമ്മിൽ വിട്ടുപിരിയാനാവാത്ത ആത്മസൗഹൃദത്തിൻ്റെ ആ ബന്ധത്തിൻ്റെ അടുപ്പമുള്ള 2 പേര്. അതിലൊരാൾ തൻ്റെ മകളെ കല്യാണം നടത്താൻ വേണ്ടി തൊട്ടടുത്ത ആഴ്ചയിൽ മകളുടെ കല്യാണത്തിന് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന 25 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപ തൊട്ടടുത്ത ഈ സുഹൃത്ത് വാങ്ങിക്കൊണ്ടു പോവുകയാണ് ഒരാവശ്യം പറഞ്ഞ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് നിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് ആ പറയുന്ന ദിവസത്തിൻ്റെ തലേന്ന് ഞാനിത് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയ ആൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ മനുഷ്യൻ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ നാട്ടിൽ നിന്ന് അയാൾ എന്നേക്കുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പിന്നീട് ഇയാളെക്കുറിച്ച് ഒരു വിവരമില്ല. അങ്ങനെ വർഷങ്ങൾ കഴിയുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾ മടങ്ങിയെത്തുകയാണ്. കയ്യിൽ വലിയൊരു ബാഗുണ്ട്, അതിനകത്ത് ലക്ഷങ്ങളുണ്ട്. അത് കൊണ്ടുവന്ന് തൻ്റെ സുഹൃത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തിട്ട് കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇയാൾ പറയുകയാണ്, ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തരാൻ നിവൃത്തിയില്ലാതെ വന്നൊരു സന്ദർഭത്തിൽ എനിക്ക് മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ നാട് വിട്ടതാണ്. അന്ന് എനിക്ക് ഗതിയില്ലായിരുന്നു. ദേ, ഞാൻ വാങ്ങിച്ചതിൻ്റെ ഒരുപാട് ഇരട്ടി പണം ഇതിനകത്തുണ്ട്, നീ അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സ്നേഹിതൻ, ആ പഴയ സ്നേഹിതൻ ഇങ്ങനെ മറുപടി പറയുന്നു, ഈ പണം നീ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചെടുത്ത പണത്തിൻ്റെ 10 ഇരട്ടി പണം ഇന്നെനിക്ക് നീ കൊണ്ട് തന്നാലും അതൊരു പരിഹാരമാവില്ല. കാരണം നീ അന്ന് തരാതെ തട്ടിയെടുത്ത് കൊണ്ടുപോയ പണം, ആ പണം എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് അന്ന് എൻ്റെ മകളുടെ കല്യാണം മുടങ്ങി. പിന്നീട് അവൾ മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചില്ല. ഇന്നും കല്യാണം കഴിക്കാതെ അവൾ വീട്ടിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ കൊണ്ടുവന്ന് ഈ പണത്തിൻ്റെ 10 ഇരട്ടി തിരിച്ചു കൊടുത്താലും അത് ആ പാപത്തിന് പരിഹാരമാവുന്നില്ല, ആ അനീതിക്ക് പരിഹാരമാവുന്നില്ല. ആ മകള് വിവാഹം കഴിക്കാതെ ഒറ്റപ്പെട്ട് മരണം വരെയും ജീവിക്കുന്ന ആ ദുഃഖത്തിന് ഇയാൾ കൊടുക്കുന്ന എത്ര എമൗണ്ട് അയാൾ കൊടുത്താലും അത് പരിഹാരമാവുന്നില്ല. ലോകത്തെ എല്ലാ പാപത്തിനും പാപം സൃഷ്ടിച്ച അനീതിയും പാപം സമ്മാനിച്ച ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ പരിഹാരം ലോകത്തൊരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല. ഒരാൾ വന്ന് എന്നെ അടിച്ചാൽ, ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്ന് പരസ്യമായി എന്നെ അടിച്ചാൽ, അടി കൊണ്ട് എന്നോട് 1000 തവണ അയാൾ മാപ്പ് ചോദിച്ചാലും ഞാൻ ഈ സഹിച്ച വേദനയ്ക്കും ഹ്യൂമിലിയേഷനും അത് ഒരിക്കലും പരിഹാരമാവില്ല. അതിനകത്ത് പാപം ചെയ്ത വ്യക്തി സമ്മാനിച്ച ഒരു അനീതിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിന് ശിക്ഷയുള്ളത് കൊണ്ട് കരുണാമയനായ ദൈവം കാരുണ്യവാനാണെങ്കിലും ദൈവത്തിന് പാപത്തിൻ്റെ ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ശിക്ഷ വരുന്നത് ദൈവത്തിന് തടയാതിരിക്കാൻ പറ്റില്ല. പാപത്തിൽ ഒരു അനീതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അമ്മയാണെങ്കിലും ശിക്ഷ വിധിച്ചേ പറ്റൂ. കാരണം ഈ സംഘത്തിൻ്റെ നിയമം അതാണ്. അല്ലെങ്കിൽ അങ്ങനെ ആ ശിക്ഷ വിധിച്ചില്ലെങ്കിൽ അത് അനീതിയാണ്, അത് നീതികേടാണ്. ഇതറിയാവുന്ന ദൈവം, മഹാനീതിമാനായ ദൈവം, അവൻ കാരുണ്യവാനാണെങ്കിലും തൻ്റെ മക്കൾ പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷ അവരിലേക്ക്
കൊടുക്കാതിരിക്കാൻ നീതിമാനായ ദൈവത്തിന് സാധിക്കില്ല. പാപത്തിൻ്റെ ശിക്ഷ വിധിച്ചേ പറ്റൂ. എന്നാൽ ദൈവം നീതിമാനായിരിക്കുമ്പോൾ തന്നെ ദൈവം സ്നേഹം നിറഞ്ഞ അപ്പനായതുകൊണ്ട് തൻ്റെ മക്കൾ ഈ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കരുത് എന്ന് കരുതുന്ന ദൈവം ആ ശിക്ഷ മുഴുവൻ തൻ്റെ ഏകജാതൻ്റെ മേൽ വെച്ച് കെട്ടി ആ ഏകജാതൻ കുരിശിലേക്ക് കയറി കുരിശിൽ മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്തു. പാപം കൊണ്ടുവന്ന മുഴുവൻ ശിക്ഷയും മാനവരാശിയുടെ ആരംഭം മുതൽ പ്രപഞ്ചം തീരുന്നത് വരെ, പിറന്നു വീഴാനിരിക്കുന്ന അവസാനത്തെ വ്യക്തിയുടെ വരെ എല്ലാ പാപങ്ങൾക്കും ആ പാപം കൊണ്ടുവന്ന വേദനയ്ക്കും കാൽവരിയുടെ നെറുകയിൽ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത മരണവേദന സഹിച്ചുകൊണ്ട് ഈശോ പരിഹാരം ചെയ്ത് പാപവും പാപത്തിൻ്റെ ശിക്ഷയും കുരിശിൽ ഏറ്റെടുത്തു എന്നതാണ് സുവിശേഷം. അതാണ് യേശുവിനെ ലോകത്തിൻ്റെ രക്ഷകനും ഏകരക്ഷകനുമാക്കി മാറ്റുന്നത്. ലോകത്ത് മറ്റൊരു മതത്തിലും മറ്റൊരു മത നേതാവിനും ഇത് അവകാശപ്പെടാൻ പറ്റില്ല. ലോകത്താരും മനുഷ്യൻ്റെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടില്ല. പാപത്തിന് പരിഹാരം തരാമെന്ന് പ്രപഞ്ച ചരിത്രത്തിൽ പിറന്നു വീണ മറ്റൊരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. വേറെ ആർക്കും അത് പറയാൻ പറ്റില്ല. അത് മറ്റാരെയും നിന്ദിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെ പറയാൻ ആരും മാനവരാശിയുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തിട്ടില്ല. പ്രപഞ്ചം ചെയ്ത, മനുഷ്യൻ ചെയ്ത എല്ലാ പാപത്തിൻ്റെയും ശിക്ഷ ഈശോ കുരിശിൽ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷയും യേശുവിൻ്റെ മേൽ ദൈവം ചുമത്തി അവനെ പാപത്തിൻ്റെ പരിഹാരയാഗമാക്കി. അവനെ പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോയുടെ നാഡീഞരമ്പുകൾ പൊട്ടി രക്തമൊഴുകി. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പോലെ രക്തത്തുള്ളികൾ നിലത്തേക്ക് വീഴുന്നത് നാം വായിക്കുന്നു. ഈശോ എന്തുകൊണ്ട് രക്തം വിയർത്തു എന്നതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ മരണകരമായ വേദന, പാപം സമ്മാനിക്കുന്ന വേദന, പാപം ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബത്തിലും ആ വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിലും പാപം കൊണ്ടുവരുന്ന ആ മരണകരമായ വേദന ഒരാളുടെ അല്ല, പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരുടെയും, കോടാനുകോടി മനുഷ്യരുടെ പാപം കൊണ്ടുവന്ന മരണവേദന താങ്ങാൻ പറ്റാതെയാണ് ഈശോയുടെ ഞരമ്പുകൾ പൊട്ടി രക്തമൊഴുകുന്നത്. അപ്പൊ സകല പാപത്തെയും ഈശോ കുരിശിലേറ്റെടുത്തു. ആ കുരിശിൽ ഈശോ പാപത്തിന് തൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ആ പാപത്തിന് ഈശോ കുരിശിൽ പരിഹാരം ചെയ്തു. ആ യേശുവിനെ രക്ഷകനും നാഥനുമായി ഒരു വ്യക്തി ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് കർത്താവ് പകർന്നു തന്ന അനുഗ്രഹത്തിൻ്റെ പാപമോചനത്തിൻ്റെ അഭിഷേകം ഒഴുകുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങളുടെയും ബലഹീനതകളുടെയും ആകത്തുകയാണ് മനുഷ്യൻ്റെ ജീവിതം. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അങ്ങനെയുള്ള ആ പാപങ്ങളുടെ ആധിക്യം മുഴുവൻ ഹൃദയത്തിൽ ഭാരമായി കൊണ്ടു നടന്ന് ആ പാപം പലരെയും രോഗികളാക്കി. 107-ാം സങ്കീർത്തനം 17-ാം തിരുവചനം, വിനാശത്തിൻ്റെ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിൽ അകപ്പെട്ടു. പാപം പലരെയും രോഗികളാക്കി. പാപം പലരെയും മാനസിക അസ്വസ്ഥതകളിൽ എത്തിച്ചു. പാപത്തിൻ്റെ മുറിവുകൾ പലരെയും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരാക്കി മാറ്റി. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാരവും കുറ്റബോധവും പലരുടെയും സ്വസ്ഥത നശിപ്പിച്ചു. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവന വിശ്വാസയോഗ്യമാണ് എന്നതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് പാപിക്കും പ്രത്യാശയുണ്ട്, ഏത് പാപത്തിനും മോചനമുണ്ട്, ഏത് അടിമത്തത്തിൽ നിന്നും കർത്താവ് രക്ഷിക്കാൻ തയ്യാറാണ് എന്നതാണ് സുവിശേഷം. അതുകൊണ്ട് യേശുക്രിസ്തു അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമായ യേശു എന്ന ആ രക്ഷകനെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി തൻ്റെ പാപങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിൻ്റെ കൃപ ആ വ്യക്തിയിലേക്ക് ഒഴുകുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഏറ്റുപറയാത്ത ഏതെങ്കിലും തിന്മയോ പാപമോ അകൃത്യങ്ങളോ, ജീവിതത്തിൽ വലിയ ഭാരങ്ങളും ബാധ്യതകളും ബന്ധനങ്ങളും, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ വേലി തകർന്നു കിടക്കുന്ന അനുഭവങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
കർത്താവായ യേശുവിലൂടെ കൈവന്ന രക്ഷ സ്വീകരിക്കാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. റോമാലേഖനം 1-16 തിരുവചനം, വിശ്വസിക്കുന്ന ഏവർക്കും സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഇത് വിശ്വസിക്കുന്ന വ്യക്തിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു, നീ എവിടെയായിരുന്നാലും, നീ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഈ വചനം കേട്ടാലും, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ വിശ്വസിച്ച് നിൻ്റെ പാപങ്ങളേറ്റ് പറഞ്ഞ് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരുമ്പോൾ അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയായി മാറും. നാം നടത്തുന്ന ആരാധനയിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ പാപങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കുടുംബങ്ങളിൽ നന്മയും ഐശ്വര്യവും സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന 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 ദൈവമേ ആരാധന 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 സ്വേ ആരാധന ദൈവമേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ആത്മനെ ആരാധന 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 ആത്മനെ ആരാധന ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലു ഹല്ലേലൂയാ പാടാം. ഹല്ലേലൂയാ ഹല്ലേലൂയ ഹല്ലേലൂയാ സ്വേ ഹല്ലേലു ഹല്ലേലൂയാ ഹല്ലേലൂയ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലു ഹല്ലേലൂയാ. പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ വലിയ ഭക്തിയോടെ സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. വെളിപാട് പുസ്തകം 4-ാം അധ്യായം, വെളിപാട് 4-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം പ്രകാരം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥന്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു.
ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ, ആരാധനയ്ക്ക് യോഗ്യനായ രാജാധിരാജനായ കർത്താവിനെ, പരിശുദ്ധ തൃത്വത്തെ നാം പാടി ആരാധിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിറയാൻ ആഗ്രഹിച്ച്, കർത്താവിൻ്റെ ശക്തി വെളിപ്പെടാൻ ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്, ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശക്തി നിറയുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ കർത്താവേ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ പരിശുദ്ധനായ ദൈവമേ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ചേർന്ന് പാടി ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ, നിത്യസ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധിക്കുന്ന കർത്താവേ, പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ കരങ്ങളാൽ നീ പിടിച്ചുയർത്തി പരിശുദ്ധമായ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകുകയും കർത്താവേ, അങ്ങയുടെ വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. കർത്താവിന്റെ ആത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് അഭിഷേകം ചെയ്യില്ല. മാമോദീസായിലൂടെ, തൈലലേപനത്തിലൂടെ കർത്താവേ, തിരുസഭയ്ക്ക് നൽകപ്പെട്ട പ്രസാദവരത്തിന്റെ കൂദാശകളിലൂടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിച്ച അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. വലിയ പാതകങ്ങൾ, പാപങ്ങൾ, തിന്മകൾ, അകൃത്യങ്ങളെല്ലാം കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച അങ്ങയുടെ സ്നേഹത്തെ ആരാധിക്കുന്നു. വലിയ സ്നേഹത്തോടെ പാടി ആരാധിക്കാം. പാപത്താൽ നിറയപ്പെട്ട എന്നെ, പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറപ്പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറപ്പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ, ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാടി പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. തിരുനാളിൽ സിഗിയോൻ മാളികയിൽ അപ്പസ്തോലന്മാരും പരിശുദ്ധ കന്യകാമാതാവും പ്രാർത്ഥനാ നിരതരായി കാത്തിരിക്കുമ്പോൾ 120ഓളം ശിഷ്യന്മാരുടെ മേൽ സിഗിയോൻ മാളിക ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ഇപ്പോൾ ലോകമെമ്പാടും എല്ലാ ഇടങ്ങളിലുമായിരുന്നു അങ്ങേ ആരാധിക്കുന്ന മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, തകർച്ചകളുടെ മേൽ, പാപജീവിതത്തിന്റെ മേൽ, അശുദ്ധികളുടെ മേൽ, എല്ലാ തിന്മയുടെ ശക്തി വ്യാപാരങ്ങളുടെ മേൽ, നാരകീയ സാന്നിധ്യ ശക്തികളുടെ മേൽ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായാധിപന്മാർ 15-14 കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവനിൽ ആവസിച്ചു. അവനെ ബന്ധിച്ചിരുന്ന കയറുകൾ കരിഞ്ഞ കണനൂല് പോലെയായി, കെട്ടുകൾ അറ്റുവീണു.
യാക്കോബിന്റെ ദൈവമേ, നീ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. കൊടുങ്കാറ്റ് പോലെ ദൈവത്തിന്റെ ആത്മാവേ, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ വീശിയടിച്ച അതേ ആത്മാവിന്റെ കൊടുങ്കാറ്റ് എല്ലാ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പാടി പ്രാർത്ഥിക്കാം. ആദിമ നൂറ്റാണ്ടിൽ നിന്റെ ദാസൻ. നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, നൂറ്റാണ്ടിൽ നിന്ദാസ് മർക്കോസിൻ മാളികയിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിൻ ശക്തിയെ അയച്ചിടുക, നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും. നിൻ ശക്തിയെ അയച്ചിടുക, നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, എല്ലാ മക്കളും സ്തുതിക്കട്ടെ, അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവിൻ്റെ ആത്മാവ് ഉസിയ രാജാവ് മരിച്ച വർഷം യെശയ്യായ്ക്ക് ദേവാലയത്തിൽ വെച്ച് ദർശനം വെളിപ്പെടുത്തി. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-ാം തിരുവചനം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയമക്കളെ, കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിന്, കർത്താവിൻ്റെ സ്നേഹത്തിന്, എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന അവിടുത്തെ സർവാധികാരത്തിന് മുമ്പിൽ
നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈശോ ഏകരക്ഷകനാണെന്ന് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതുപോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമായ യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുന്ന കർത്താവ്, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് നൽകിയ എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, ഈശോയുടെ വലിയ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങൾ പാപികളായിരിക്കെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനായി ഏകജാതന് നൽകിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, ഈശോയുടെ സ്നേഹം നിറയാൻ ആഗ്രഹിക്കാം. കർത്താവേ, എൻ്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. ദൈവമേ, ഭർത്താവ് സ്നേഹിക്കാതെ, ഭാര്യ സ്നേഹിക്കാതെ, മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ, കർത്താവേ, ജീവിത പങ്കാളിയിൽ നിന്ന് സ്നേഹം കിട്ടാതെ, ദൈവമേ, വലിയ ശൂന്യതാബോധങ്ങളിൽ ആരും മനസ്സിലാക്കുന്നില്ല, കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണകളിലും ഒരുപക്ഷെ ശരിയായ സാഹചര്യങ്ങളിലും മനസ്സു നീറി കഴിയുന്ന മക്കളിലേക്ക് സ്വർഗത്തിൻ്റെ സ്നേഹമൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 7-ാം തിരുവചനം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു നാളും മറയുകയില്ല, ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം. ഒരു നാളും മറയുകയില്ല, ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം. ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം. ഒരിക്കലും അസ്തമിക്കാത്ത കർത്താവിൻ്റെ സ്നേഹം. ഒരു നാളും മറയുകയില്ല, ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം. 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 കർത്താവായ ഈശോയെ, ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കുടുംബങ്ങളിൽ കർത്താവെ അങ്ങേ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, അവരുടെ വേദനകളെ, ഭാരങ്ങളെ, രോഗങ്ങളെ, അസ്വസ്ഥതകളെ, ഒരു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രിയമക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ ആ വീടിൻ്റെ ദുഃഖമറിഞ്ഞ് ഇടപെട്ടു. അതേ കാനായിൽ വെച്ച് കർത്താവ് മറ്റൊരത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, തൻ്റെ മകൻ സുഖമില്ലാതെ കിടക്കുകയാണ്. കർത്താവെ, വീട്ടിൽ വന്ന് അവനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഈശോ ഭവനത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. ഈശോ ഇപ്രകാരം പറയുന്നു, നിന്റെ മകൻ സൗഖ്യപ്പെടുക തന്നെ ചെയ്യും. ആ വചനം വിശ്വസിച്ച്, പ്രകാരം യോഹന്നാൻ എഴുതുന്നു, ആ വചനം വിശ്വസിച്ച് അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്നും അനേകം ആളുകൾ
ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ മകൻ സൗഖ്യപ്പെട്ട് സുഖപ്പെട്ടവനായി എഴുന്നേറ്റിരിക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, ദൂരത്തിൻ്റെ മേൽ കർത്താവിന് അധികാരമുണ്ട്. വഴിയിൽ വെച്ച് കർത്താവ് പറഞ്ഞു, നിന്റെ മകൻ സൗഖ്യപ്പെടും. ആ നിമിഷം ഭവനത്തിലായിരുന്ന മകൻ സൗഖ്യപ്പെട്ടു. വിദൂരങ്ങളുടെ മേൽ അധികാരമുള്ള യേശു, നീ ഇപ്പോൾ എവിടെയായിരുന്നാലും ഈ അൾത്താരയിൽ നിന്ന്, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നിന്റെ കുടുംബത്തിലേക്ക് ശക്തി അയക്കുകയാണ്. നിന്റെ കുടുംബത്തിൻ്റെ തകർച്ച, തളർന്നു കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരുടെ രോഗം, ആശുപത്രികൾ എഴുതിത്തള്ളിയ, വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ നിന്റെ കണ്ണുനീര്, നിന്റെ രോഗം കർത്താവ് ഈ ആരാധനയിൽ നിന്ന് ശക്തി അയച്ച് എടുത്തു മാറ്റും. കിഴക്ക് നിന്ന് നിന്റെ പുത്രന്മാരെയും പടിഞ്ഞാറ് നിന്ന് നിന്റെ സന്തതികളെയും ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക, തെക്കിനോട് തടയരുതെന്ന് ഞാൻ കൽപ്പിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തു. നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ, വരുമാന മാർഗങ്ങളിൽ ഇപ്പോൾ കർത്താവ് ശക്തി അയക്കുകയാണ്. കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീമക്കളെ എവിടെയായിരുന്നാലും ഇപ്പോൾ കർത്താവിനെ വിളിക്കുക. അത്ഭുതങ്ങളുടെ ദൈവം ഇതാ നിന്റെ കരുണ, അവന്റെ കരുണ നിന്റെ കുടുംബത്തിലേക്ക് അയക്കുകയാണ്. അതിനെ തുറന്ന് എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങൾ ചെയ്യുന്ന നിന്റെ കരം ഇപ്പോൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളിൽ, കുടുംബങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്ന മക്കളിൽ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് കർത്താവേ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന മക്കളുടെ മേൽ കരുണയുള്ള നിന്റെ വലതുകരം, ചെങ്കടലിനെ വെട്ടിമുറിച്ച കരം, കർത്താവേ കരിമ്പാറയിൽ നിന്ന് വെള്ളമൊഴുക്കിയ നിന്റെ കരം ഇപ്പോൾ കർത്താവേ ആ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ശക്തിയോടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതങ്ങളിൽ കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ കെട്ട് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഈശോയെ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, 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 യേശുവേ. കർത്താവേ, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കുവാൻ കരങ്ങൾ നീട്ടണമേ എന്ന് ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി എല്ലാ മക്കളും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തുറന്ന് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ ഈ ആരാധനയിലൂടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുണ എനിക്കേകുന്നവൻ കർത്താവാണൻ കാവൽക്കാരൻ. തുണ എനിക്കേകുന്നവൻ എനിക്കു സഹായമേകാൻ തണലായി നിൽക്കുന്നവൻ എനിക്കു സഹായമേകാൻ തണലായി നിൽക്കുന്നവൻ. ഒരു നാളും മറയുകയില്ല, ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം. ഒരു നാളും മറയുകയില്ല, ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം. എല്ലാ ഭാരങ്ങളും, കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, ആത്മീയം ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം ഭക്തിയോടെ ശിരസ്സ് നമിച്ച് നമുക്ക് സ്വീകരിക്കാം. എല്ലാ വേദനകളും കർത്താവിന് കൊടുത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് എളിമയോടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, അങ്ങേക്കാരാധന. ആരാധന 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ, നന്ദി 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 നന്ദി. ആരാധന 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 ഈശോയേ. ആരാധന 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 യേശുവേ, നന്ദി 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹസ്വരൂപനാം ദൈവമേ, ജ്ഞാനസ്വരൂപനാം ദൈവമേ, ആത്മസ്വരൂപനാം ദൈവമേ, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. സ്നേഹസ്വരൂപ